അത് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ അങ്ങനെ തന്നെ കുടിച്ചിരുന്നത്. ഇത് ഇനി ഇൻട്രോ കാണിക്കുമ്പോൾ കാണിക്കട്ടെ എങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പത വരാൻ പാടില്ല, കാരണം തപ്പേ കാണൂല. തപ്പണ്ട, ഈ തോട്ടത്തിറങ്ങിക്കോ, നീ തപ്പണ്ട. എന്നോട് പറയുന്നു ഞാൻ ഉണ്ടാക്കുമ്പോൾ പോയി. ഞാൻ പോവാ, ഞാൻ തെറ്റി പോവാണ്. ഇന്ന് ഫുള്ള് കച്ചറായിരിക്കും എടുക്കാൻ കേട്ടാ. ബീച്ചിൽ പോയ സാധനങ്ങൾ ഇതാ. ഇവിടെ ഒരാൾ ലുഡോ കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടാ. അതല്ല പാത്രത്തിനുള്ളിൽ എന്താണ്? ഒന്നും കാണില്ല. നോക്കൂ, ഈ പാത്രത്തിൽ എന്താണ്? ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ പുഴുങ്ങിയതാണ്. ഇത് എവിടെ പുഴുങ്ങിയത്? ചിക്കനെ കാണുന്നില്ലല്ലോ. അത് മുങ്ങിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ മൂന്നാമത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങളെല്ലാവരും കാണുക. വേറെന്താ, അത്ര തന്നെ കണ്ടിട്ട് അഭിപ്രായം കമൻസിൽ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ എണീറ്റത് കേട്ടോ, പിന്നെ കാണില്ല. അതാ ഇന്ന് ഫുള്ള് കച്ചറായിരിക്കും എടുക്കാൻ കേട്ടാ. ബീച്ചിൽ പോയ സാധനങ്ങൾ ഇതാ ഭയങ്കര വൃത്തിയായി എടുക്കാൻ, നല്ല പണിയുള്ള ദിവസമാണിത്. പിന്നെ ഇന്നൊരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഹോൾക്കുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അതൊക്കെ കച്ചറാക്കി എടുക്കുകയാണ്. പിന്നെ നേരത്തെ എല്ലാവരും എണീറ്റിക്കണ്, ആന എണീറ്റിട്ടില്ല. നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ കിടന്നത് ഇന്നലെ അറിയാലോ, ബീച്ചിൽ പോയിട്ട് നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. 3:30-4 മണിയൊക്കെയാണ് ഇവിടെ എത്തിയിട്ട്. ഞാൻ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ച് ഞാൻ രാവിലെ ഒരു 6:30-7 മണിയൊക്കെ കഴിക്കണം തോന്നുന്നു ഉറങ്ങിയിട്ട്. അപ്പോൾ ഇതിവിടെ 10:30 കഴിക്കണം. ഇങ്ങനെ ഇവിടെ വൃത്തിയിടാവലില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് ടൈം കിട്ടണില്ല. പക്ഷേ ഇത് ഇന്നലെ ബീച്ചിൽ പോയതുകൊണ്ടുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ ദിവസം ആകുമ്പോൾ സാധാ പോലെ തന്നെ ആയിരിക്കും, ഇത്രയും കച്ചറായി കിടക്കലില്ല. അപ്പം ഇന്ന് എനിക്ക് കുറേ പണിയുണ്ട്. വാഷിംഗ് മെഷീൻ, ഡ്രസ്സ് അലക്കാണ്ട്, നല്ല പണിയാണ്. എങ്ങനെ തീരുന്നൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്നത്തെ ചോറ് ബാക്കിയുണ്ട്, അത് ഞാൻ ചായൻ്റെ കടി ഉണ്ടാക്കുമ്പോൾ തന്നെ തിളപ്പിക്കുകയാണ്. ഇതിൽ ദോശ ഉണ്ടാക്കുന്ന ചായ, മാവിട. പിന്നെ ഇന്നലത്തെ കറിയുണ്ട്. ഇതിങ്ങനെ നിൽക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ മുകളിൽ. അപ്പം എനിക്ക് കുക്കിങ്ങിൻ്റെ പണി കുറച്ച് കുറവാണ്. പിന്നെ ഇത് വെക്കാനിതാ ചരഞ്ഞിട്ടുണ്ട്. ഇത് ഉണക്കലാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊടുന്ന ഉണക്കലാണ്. ഇത് നമ്മളൊരു തവണ പൊരിച്ചിട്ട് അപ്പുറത്ത് മലയാളികൾ വന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെ സ്മെല്ല് വരുന്നുണ്ട് കാരണം. ഭയങ്കര സങ്കടമായിപ്പോയി. മലയാളികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത ഒരു അറബി ഫാമിലിയാണ് താമസിക്കുന്നത്. അവർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മലയാളിസികൾ ഇത് പറഞ്ഞപ്പോൾ വല്ലാത്ത ഫീൽ ചെയ്തു. അപ്പോൾ ഇതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊരിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കളയാൻ പോവാണ്. വളരെ വിഷമത്തോടെ ഞാനിത് കളയാൻ പോവാണ്. ഇതിനെ കുറ്റം അവർക്കാട്ടോ കംപ്ലൈൻറ്റ് ചെയ്തവർക്ക്. പിന്നെ ഇത് ചെമ്മീനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചെമ്മീനാണ് ഞാൻ ആക്കുന്നത്. പൈസ പോകാൻ വേണ്ടി പുറത്ത് വെച്ചതാണ്. ദോശ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു പണി കൂടി ഇതിൻ്റെ കൂടെ ചെക്കൊന്ന് ഞാൻ കുപ്പിയിൽ ആക്കുകയാണ്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ ഈ ഊതിൻ്റെ കേട്ടോ, നല്ല സ്മെല്ലുള്ളതാണിത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹോം സെൻറ്ററിൽ നിന്നാണ്. നല്ല സ്മെല്ലുള്ള ഇതാ കൊണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ജാബിയും ആനയും കൂട്ടാണ് കഴിച്ചത്. ഇക്ക പിന്നെയും കിടന്നുറങ്ങി. പിന്നെ എണീറ്റത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്താണ്. ഞാൻ ഡ്രസ്സൊക്കെ മെഷീനിലിട്ടു. അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇക്ക അപ്പോഴാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുള്ളത്. ഇക്ക രാവിലെ ഇക്കക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം രാവിലെയാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഉറങ്ങിയിട്ട് എണീറ്റതാണ്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇക്ക ഒന്നും കൂടെ ഒന്ന് കിടന്നുറങ്ങിയിരുന്നു.
ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. കാരണം ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് രാവിലേക്കാണ് ഉറങ്ങുന്നത്. 2 മണിക്കൂറൊക്കെയാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നത്. അപ്പം തല ചുറ്റുന്ന പോലെയൊക്കെ ലാസ്റ്റ് ആവുക. അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടത്. അപ്പോൾ ഇക്ക ഉറങ്ങി എണീറ്റ് വന്നതാണ്. ജാബിയൊന്നും ഉറങ്ങിയിട്ടില്ല. ആ ബാറ്റ് കണ്ടല്ല ഞാനീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് പുറത്തിടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കുറച്ച് ഈച്ചകൾ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്കാണ് കേട്ടോ, ഇന്നലെ വാങ്ങിച്ച കേക്ക്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ജാബി ടേസ്റ്റ് നോക്കിയോ? ഇല്ല. ജാബിയോ? എനിക്കെന്തോ ക്രീം ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. ക്രീം ബാക്കി ഒക്കെ തന്നെ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. കുഴപ്പമില്ല. അവനത് എങ്ങനെ വരില്ല. ഒന്നാ ഓടി വാ, പപ്പനെ കൊണ്ട് ഒന്നും കൂടെ ഇടിപ്പിച്ചാലോ? ടി വി ഒക്കെ വീടിട്ടാ. ഇവിടെ ഒരാള് ലുഡോ കളിച്ചുകൊണ്ടിരിക്കാൻ ട്ടാ. ലുഡോ കളിക്കുക. ലുഡോ ഞാൻ ജയിക്കുന്നത് കാണാം എങ്ങനെയാണ്. ഇന്ന് ഇക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിന് ഇതിലൊന്നും കാണില്ല. ടിഷ്യൂ അപ്പോഴാണ് കാണുന്നത്. സൂപ്പർ അല്ല? സൂപ്പർ സൂപ്പർ. ഒരു ഷോപ്പിംഗ് അല്ലേ നടന്നിട്ട് ഞങ്ങളൊരു ഷോപ്പൊക്കെ പോവാണ്. ചിക്കൻ വാങ്ങിക്കാനാണ് കേട്ടോ. ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് കണ്ടവർക്കൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാന്ന്. ഞാൻ നിങ്ങൾ ആരാ റെസിപ്പി പോയി നോക്കരുത് എന്നാണ് അല്ലേ? ഡിസ്ലൈക്ക് ഇല്ലാത്ത അങ്ങനെ ഞങ്ങള് ഇക്ക വഴി തെറ്റിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളെ റൂമിൽ നിന്ന് നേരെ വന്നാൽ മതി കേട്ടോ അങ്ങോട്ട്. കോഴിക്ക് മുടിയൊക്കെ ഉണ്ടാ? വെട്ടണ മുടിയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ വന്നപ്പോ എല്ലാരും വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരു മനുഷ്യ ഇവിടെ എനിക്ക് ഹെൽപ്പറിന് ആവശ്യമുണ്ട്. ചിക്കന് ഇപ്പൊ തന്നെ റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ ചൂടാക്കാൻ വെക്കണ. എന്നാ പിന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ചൂടാക്കാൻ നമുക്ക് എല്ലാം ചൂടാക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട പൊരിക്കാനാ. ഞാൻ ചൂടാക്കാനോട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അത്രേ ഉള്ളൂ. ജീരകൊന്നും വേണ്ടല്ലോ. ഒരു സാധനം വേണ്ട. പൊടി പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ. അപ്പത്തിന് ഇവിടെ തുമ്മലൊക്കെ കഴിഞ്ഞു. ഇന്ന് എന്റെ വക ഇവർക്ക് എന്റെ സ്ഥിരം ചിക്കൻ ഫ്രൈ ആണ് ഇവർക്ക് ആവശ്യം. ഒരു പ്രാവശ്യം മുമ്പ് പറഞ്ഞതാട്ടെ, ഞാൻ പറഞ്ഞൊന്നുമില്ല. അതായത് ജാവിക്ക് എന്റെ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ജാബി ഉണ്ടായപ്പോഴേ ഇന്ന് ഉണ്ടാക്കിയത് ഇട്ടാ. അപ്പൊ അവനൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ വെല്ലുവിളിയാണ്. വെല്ലുവിളി എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്നാ നാളെ ഞാൻ വെല്ലുവിളിക്കട്ടെ. നിങ്ങളൊന്ന് ചോറുണ്ടാക്കോ? ചോറുണ്ടാക്കണില്ല. ഉണ്ടാക്കിയേ. ഓക്കെ. ഇതിക്കൊരു സാധനം മിസ്സിംഗ് ഉണ്ട്. എന്താണ്? അവിടെ ഇങ്ങനെ പിസ്ത അല്ലേ? പിസ്ത ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാം. നമ്മൾ ചിക്കൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ചിക്കൻ എടുത്തിട്ടാ. ഫുൾ ചിക്കൻ എടുക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് പാകത്തിന് എരിവിന് വേണ്ടിയുള്ള മുളക് പൊടി. ഈ റെസിപ്പി ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കൂല. കുറച്ച് മല്ലിപ്പൊടി. കണക്കില്ല. കണക്കൊന്നുമില്ല. കുറച്ച് കുറച്ച്. ഇതിന്റെ ശരിക്കുള്ള റെസിപ്പി വേണമെങ്കിൽ ഇക്ക ഫസ്റ്റ് ഉണ്ടാക്കിയുണ്ട് കേട്ടാ. വേണമെങ്കിൽ ഒന്ന് പോയി നോക്കി. താഴത്തെ വീഡിയോ ഉണ്ടോ ഒരു കൊല്ലം മുന്നേ. കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ. ഇങ്ങനെ മഞ്ഞപ്പൊടി ഇരുന്നോട്ട് വിഷക്ക് പോയിക്കോളും. കൊറോണ എത്തുള്ളൂ. ഇനി കുറച്ച്
ഉപ്പ് പോട്ടെ. ഉപ്പുമായി. ഉം. ഇനി കുറച്ച് പച്ചമുളക് മാറ്റിയാ. പച്ചവെള്ളം വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൽ ചിക്കൻ എല്ലിന് മുട്ട നിങ്ങള് കഴിക്കൂലേ? മുട്ട ഇന്നെ പഠിപ്പിക്കാൻ വരണ്ട. പോ സോറി. പോ പോ പോ. അപ്പൊ നമ്മളെ മസാല റെഡിയാക്കുകയാണ്. മസാല ഒന്ന് റെഡിയാക്കി ചിക്കൻ ഇട്ടും ഇനി നമ്മൾ ചിക്കൻ പീസായിട്ട് ഇതിലോട്ട് ഇടുക. ലെഗ് പീസൊക്കെ ഉണ്ടല്ലോ. ആരാ ചോദിച്ചത് ലെഗ് പീസ് ഞാൻ എന്താ കഴിക്കാത്തതെന്ന്? ആ കഥ പറയണ അത് കഴിക്കുമ്പോ പറയാം. പറയാപ്പ പറയണ്ട്. ആ കഥ ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞോ. അതായത് എൻ്റെ ചെറുപ്പത്തില് ഞാനൊരു പരിപാടിക്ക് വിരുന്നിന് പോയി. അവിടുന്ന് ചിക്കൻ പൊരിച്ചത് തിന്നുമായിരുന്നു. തിന്ന് ചിക്കൻ കഴിച്ചോക്കിയപ്പോൾ അതിനുള്ള ബ്ലഡ് മൊത്തം. ഞാനൊക്കെ അല്ലേ കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ലെഗ് പീസ് തെരഞ്ഞ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ലെഗ് പീസ് ഇങ്ങനെ നിൽക്കുമ്പോ അത് തെരഞ്ഞ് തിന്നുന്ന ആളെ നിന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ അത് പറഞ്ഞ് ചടപ്പിച്ച് ഞാനും ലെഗ് പീസ് കഴിക്കൂല കേട്ടോ. മക്കളെ കഴിക്കണെങ്കിൽ ഈ ദുബായിൽ വന്നിട്ട് നമ്മള് താനൂരിന്ന് ഡിന്നേഴ്സ് വിടുന്നിരുന്ന ബ്രോസ്റ്റ്. എന്നിട്ട് ആന് ഞാനും കൂടി പോയി വാങ്ങി കൊടുന്ന് ബ്ലോക്കിന്റെ അവിടെ ആകുമ്പോ അതെ കല്യാണം ദുബായിന്ന് വന്നതാണ് നിക്കാൻ വന്നിട്ട്. അതും ഇതേമാതിരി ഫുള്ള് ബ്ലഡ് ആയിരുന്നു ബ്രോസ്റ്റിന്റെ ഉള്ളില്. ചോദിച്ചിട്ടാ ഞാൻ പൈസ തന്നു ബ്രോസ്റ്റ് അങ്ങനെ. അയ്യോ നാണം കെടുത്തല്ലേ. ഇത് കൊറേ കാലത്തിന് മുന്നുള്ള കഥ ഇട്ടാ. ഒരു 3, 4, 5 കൊല്ലം മുമ്പ്. ശരി. ഞാൻ ഇപ്പൊ കഴിക്കൂല, മോനും കഴിക്കൂല അങ്ങനെ ആയിട്ട്. ഇപ്പൊ ഞങ്ങളെ വീട്ടില് ലെഗ് പീസ് ഞങ്ങള് കറിക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കറിയത്തെ ചിക്കനെ കഴിക്കൂല. അപ്പൊ അതങ്ങനെ ഒഴിവാക്കലാണ് സാധാരണ. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ജാബി ഉണ്ട് കഴിക്കാൻ. ജാബി കഴിക്കില്ല ലെഗ് പീസ്. ഞാൻ ചോര വരെ കുടിക്കും. അതാണ് ചിക്കൻ ചോര നല്ല ടേസ്റ്റ് ആണ്. മതി. മറ്റേ മോഹൻലാൽ പഠിക്കത്തിൽ ആടിന്റെ ചോര കഴിക്കാൻ മതി. ജാബി ഇഷ്ടമായ ചിക്കൻ കറി കുറച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊന്നും കുഴക്കണ മാതിരിയല്ല. ചിക്കനെ കുഴച്ച് ചിക്കൻ വെറുതെ വിടുവെന്നുള്ള അവസ്ഥയിലാക്കും. അത് വരെ കുഴച്ചുകൊണ്ടിരിക്കാണ്ട് നോക്ക എത്ര ടൈമായിന്ന് അറിയോ. ചിക്കൻ ജീവണ്ണ ചത്തുപോയാലോ. പോയിക്കോട്ടെ. വേറെ കാര്യം ചെയ്യാം. വേറെ പാത്രം എന്തിനും പൊള്ളൂല, മുക്കാൻ പറ്റില്ല. വേറെ സാധനമാണ് മുട്ടായി. എഗ് വേണം. ഞാൻ കഴിക്കുന്ന ശബ്ദം ഇങ്ങ് വരും. അത് കുഴപ്പമില്ല. ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ കുടിച്ചിട്ടുണ്ടോ. ഇത് നീ ഇൻട്രോ കാണിക്കുമ്പോ കാണിക്കട്ടെ. എങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഉണ്ടാക്കിക്കണ അങ്ങനെ കളറിക്കണേ ചുമ്മാ. നമുക്ക് ഇതിലോട്ട് ആവശ്യം 2 മുട്ട ആവശ്യമുണ്ട്. മുട്ട പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കറിവേപ്പില എടുത്തോ. ലാസ്റ്റ് നമുക്ക് അതിന്റെ മുകളിലൊരു സ്റ്റൈലിന് അങ്ങനെ മുട്ടനിട്ട് ഇങ്ങനെ പട്ടത്തതിലും വീഡിയോ ഒക്കെ നിൽക്കുന്നത് ഇളക്കി ഇതാക്കുന്നുണ്ട്. ഞാൻ ഏച്ചിട്ട് ഓക്കെ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഇതുമാതിരി എടുക്കുക. നമ്മൾ അടിച്ചു വെച്ച മുട്ടയിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഓയിൽ എടുക്കരുത് കേട്ടോ. ഇതൊരു നാടൻ ഇതാണ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പൊ എല്ലാരും ഫ്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ എടുക്കാൻ പാടുള്ളേ. അതിന്റെ ഇടയിൽ വെളിച്ചെണ്ണ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും. തിക്കി വെക്കണ്ട. നല്ല സ്ഥലമുണ്ട്. സ്മെല്ല് ഇതാണ് മണം മണം മണം. ഏയ് എന്റെ കൈ മുട്ട കണ്ടോ. ബാക്കി മുട്ട ഉണ്ടായാൽ നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. മുട്ട ബജിയാ. മുട്ട ബജി ഈ മുട്ട ബജി കഴിച്ചിട്ടുണ്ടാ? മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കിയത്? ചമ്മന്തിയാണോ ഉദ്ദേശിച്ചേ? ഇതുകൊണ്ട് ഞാൻ
രാവിലെ പറയിപ്പിക്കരുത്, നമ്മള് താനൂർക്കാരാണ്. പലഹാരത്തിന്റെ ആശാമാരാണ് നമ്മള്. ആശാൻ ഞാൻ മുട്ട ബാക്കിയാലോ എന്നുള്ള സങ്കടത്തോടെ പറഞ്ഞു. ഇല്ല, മുട്ട ഒരു ഇത് ഉമ്മ ഈ അവിടെ നാട്ടിൽ ഉമ്മ ഒന്നും ഉണ്ടാക്കിയില്ലത് ഉമ്മ ഉണ്ടായിട്ടാണ് എന്ത് തായറല്ലേ എന്റെ എന്ത് ചിക്കൻ പറഞ്ഞ വെറുതെ പറഞ്ഞ ഒരു നാടൻ ചിക്കന്. കറിവേപ്പില ഇടണം കേട്ടോ, അതൊരു നാടൻ ഭക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അസിസ്റ്റന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. എവിടുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് ടൈമിൽ കിട്ടുന്നത്? അച്ഛൻ എന്തായി വേവായ നോക്ക്. അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ഇത്രയും നല്ല ഡ്രസ്സിലൊന്നല്ല ഇട്ട ഇവിടെ വീട്ടില് ഉണ്ടാവില്ല. എന്റെ ഉമ്മാന്റെ ഒഴിവാക്കിയ കുറച്ച് മാക്സി ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നടക്കല്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല ഡ്രസ്സിലൊക്കെ നിൽക്കുന്നത്. എനിക്ക് നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ AC ഓഫ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എന്താ പറയാ, വീഡിയോ എടുക്കുമ്പോ എന്താ പറയാ വൃത്തികെട്ടൊരു ശബ്ദമായിപ്പോ AC ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൂടെടുത്തിട്ട് വെങ്ങിക്കാം. ഞാൻ എന്റെ ഉമ്മാന്റെ മാക്സി എന്റെ വർത്തമാനങ്ങൾ മുഴുവനാക്കാൻ സമ്മതിക്കരുത്. എനിക്കൊരു കോമഡി ഇവിടെ പറയാൻ പറ്റില്ല. കോമഡി എനിക്ക് ഇവിടെ ഒരു കോമഡിയാ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഒന്നും അടിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാക്കും. എന്നിട്ട് എനിക്ക് ഉള്ള കോമഡി അറിയണത്. പറ്റിയ പണി നോക്കി. കട്ട് കട്ട് കട്ട്. ശരിയായിട്ടില്ല, അഭിനയിച്ച് ശരിയായിട്ടില്ല. ഒന്നും കൂടെ ആക്ഷൻ എന്താ പറയണ്ടേ? എന്താണ് പാത്രത്തില്? അല്ല എന്താണ് മറ്റേത്? ഇത് കടലാസ് പുഴുങ്ങിയതാണ്. അതല്ല, എന്താ പറയാ, നോക്കൂ ഇതെന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നോക്കൂ. എന്താണിത്? എന്റെ സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണോ? അല്ല, ചിക്കൻ കടലാസ് ഫ്രൈ. പുഴുങ്ങിയത്. അങ്ങനെ ശരിക്കും പറയല്ലേ? സ്റ്റാർട്ട് ആക്ഷൻ. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഒരു അഭിനയിക്കട്ടെ. എന്താണ് സിനിമയുടെ പേര്? ഹലാൽ ലവ് സ്റ്റോറി. ഞങ്ങൾ കുക്കർ മൂടി വെച്ചിട്ടുണ്ടാക്കത്. ഞങ്ങളില്ല, ഞാൻ പറഞ്ഞിട്ടേ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പത വരാൻ പാടില്ല, കാരണം തപ്പിയെ കാണൂല. തപ്പണ്ട, ഈ തോട്ടത്ത് ഇറങ്ങിക്കോ, നീ തപ്പിട്ടെടുത്തോ. തപ്പണ്ട, എന്നോട് പറയുന്നു ഞാൻ ഉണ്ടാക്കുമ്പോ പോയി. ഓക്കെ, ഞാൻ പോവാ, ഞാൻ തെറ്റി പോവാണ്. അതല്ല പാത്രത്തിനുള്ളിൽ എന്താണ്? ആ ഓക്കെ, ഒന്നും കൂടെ. ഇപ്പൊ അത് ഒന്നും കാണില്ല. ശരിയാണ്, ഒറ്റ ഡയലോഗ്. നോക്കൂ, ഈ പാത്രത്തിൽ എന്താണ്? ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ പുഴുങ്ങിയതാണ്. ഇത് എവിടെ പുഴുങ്ങിയത്? ചിക്കനെ കാണുന്നില്ലല്ലോ. അത് മുങ്ങിയതാണ്. ഇതൊക്കെ വെറുതെ പേരിനുള്ളൂ കേട്ടോ, പണി ഫുള്ള് ഞാനാണ്. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഇട്ടാ പോരാ. എവിടേക്ക് വീണ് എവിടേക്ക് വീണ് കോരി കോരി കളി. ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ള് ഫ്രഞ്ച് ഫ്രൈസ് ആണത്. ഇങ്ങനെ കോരി കോരി നേരെ വെക്കുന്ന കോരി ഇരിക്കുക. ഇറങ്ങടാ, രണ്ടാമത്തെ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടിട്ട് റെഡി ആയിക്കണേ. ഇതാണ് ഇക്കൻ്റെ സ്വാദിഷ്ടമായ. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണേ. അപ്പോൾ ഇക്കൻ്റെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ ഞാൻ പറഞ്ഞ് ഇത് ഞാൻ ഉണ്ടാക്കിയ മയോണൈസ് ആണ്. ഇതിന്റെ റെസിപ്പി ഒന്നും കേൾക്കണ്ട, ഞാൻ ഓരോ യൂട്യൂബ് ചാനലിന് കട്ടെടുക്കുന്നതാണ്. എടുത്തോ. മയോണൈസ് ഒന്നല്ല, ഷോക്ക് വെച്ചതാണ്. തൈര് വെറുതെ പറയണേ. ഓക്കെ, അപ്പൊ ഇത് അവക്കാടോന്റെ ജ്യൂസാണ്. ഇത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ കറുത്ത് പോയി. അതിനോട് ഇവരൊക്കെ പറഞ്ഞു ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് വെക്കണ്ടാവും. ഞാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ചെയ്തത്. അപ്പൊ ഇതെന്താ ആരും എടുക്കാത്തത്? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പീസ് എടുക്കട്ടെ. വായിൽ വെള്ളം വരുന്നു. എങ്ങനെയുണ്ട്? മയോണൈസ് എടുക്കണേ ആരും? എന്റെ മയോണൈസ് ആർക്കും വേണ്ട. അപ്പൊ നല്ല രസം. അടിപൊളി കേട്ടോ. ലഭ്യ ഭയങ്കര ടേസ്റ്റ് ആണ്. ലഭ്യ ഫുൾ സ്റ്റൈലിലാണ് വന്നിക്കുന്നത് കേട്ടോ. കാണിക്കല്ലേ, കോൺസെൻട്രേഷൻ പോയി.
ഇക്ക് തിന്നേ ഇനി കാലായി അടക്കള എല്ലൊക്കെ ആയിട്ടാ നമ്മളുണ്ടാക്കിയ സാധനം നമ്മൾ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. തുടങ്ങിയതാ. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ. ഓയിൽ എടുക്കുകയും ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞങ്ങൾക്ക് കഴിച്ചിട്ട് കാണാം. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അനിയ അപ്പം നോക്കാം, പ്ലേറ്റ് കാലിയായി. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അവർക്ക് ശരി വന്നിട്ട് അപ്പോൾ എന്താ പറയാ, വലിയൊരു ടാസ്ക് ആണ് ഇത്. ഡെയിലി വീഡിയോ എടുത്ത് ഡെയിലി അത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക്കാണ്. ഇല്ല എന്തായാലും ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് തീർക്കാൻ എന്തായാലും ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ, എന്തെങ്കിലും കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പം ഇന്ന് വരെ നമ്മൾ പുറത്തു പോക്കൊക്കെ നടക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് ഇക്കൊക്കെ രാവിലെ എന്താ പറയുക ഡ്യൂട്ടി തുടങ്ങി. അപ്പം ഇനി വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വേറെ എന്താണ് അത് തന്നെ. ഇനി 4ാമത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കാണാം. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.